പുകയ്ക്ക് ഒരു അവസാനം ഇല്ലല്ലോ. ഇപ്പൊ 300 കോടി ചേട്ടാ. 300 കോടിയായി എങ്ങനെയാവാതിരിക്കുക? ഇപ്പോഴും കണ്ടില്ലേ, ഈ ഷോനും കണ്ടില്ലേ, ഹൗസ്ഫുള്ളിന്റെ അടുത്തായി. ഇപ്പൊ എത്ര ദിവസമായി? 10-20 ഈ പടം എന്ന് പറയുന്ന ഒറ്റ തവണ കണ്ടിട്ടുള്ളവരല്ല. ഒരുവിധം ആളുകളൊക്കെ 2-3 തവണയൊക്കെ കണ്ടിട്ടുള്ള, ഒരുവിധം ആളുകളോടൊക്കെ ചോദിക്കുമ്പോ 2-3 തവണ കണ്ടിട്ടുള്ള. എന്നാലും അതിലൊരു മടുപ്പ് തോന്നുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക്. കൂടുതൽ കാണും തോറും അവർക്ക് ഇൻട്രസ്റ്റ് കൂടി വരിക. യൂത്തിനൊക്കെ ഇപ്പൊ 3-4 തവണ വരെ കണ്ടിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇത്ര തിയേറ്ററിൽ കളിച്ചിട്ട് ഇപ്പോഴും എന്തോ ഒരു മഹാത്ഭുതം ഉണ്ടല്ലോ. ഇപ്പോഴത്തെ യൂത്തിന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പടങ്ങള്, അത് പടം മോശമെന്നല്ല, ഒരു വെറൈറ്റി പടമായിട്ട്. കല്യാണിയൊക്കെ നല്ല അഭിനയം, നല്ലൊരു സ്റ്റാൻഡേർഡ് ലെവലില് അഭിനയിച്ച പടമാണ്. പക്ഷെ അടുത്ത കാലത്ത് ഞാൻ അന്നേ പറഞ്ഞില്ലേ, അടുത്ത കാലത്തൊന്നും ഇത്രയും ഒരു ക്രൗഡില് പടം വന്നിട്ടില്ല. കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. അത് മാത്രല്ല, ഫുള്ള് റിപ്പീറ്റ് ഓഡിയൻസ് ആണ് നമുക്ക് കൂടുതൽ. അതെ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും തിയേറ്ററുകളിൽ കളിച്ചിട്ടും ഇവിടെ ഇത്രയും ജനം ഇപ്പോഴും വരണമെന്നുണ്ടെങ്കിൽ റേഞ്ച് എത്രയുണ്ടെന്നുള്ളത് നമുക്ക് കണക്കൂട്ടാം. ഇപ്പൊ അടുത്ത കാലത്തൊന്നുമില്ല, മുന്നേ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു മമ്മൂട്ടി, മോഹൻലാല്, ദിലീപ് ഒക്കെ ഉള്ള സമയത്തൊക്കെ ഇതേപോലെ 50-100 ദിവസങ്ങളും 150. പക്ഷെ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ അടുത്ത സമയത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്രൗഡ്, റിപ്പീറ്റ് ഓഡിയൻസ് ആണ് കൂടുതൽ. ഇത് ഒരു തവണ കണ്ടു കഴിഞ്ഞാലും അങ്ങനെ നമുക്ക് മടുക്കില്ല.